ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് പുതുപ്പള്ളി MLA നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ സാറാണ്. സാർ, കേരളം കണ്ട ഇത്രയും ലാളിത്യം ഉള്ള ഒരു മുഖ്യമന്ത്രിയെ ഇന്ന് വരെ കേരളം കണ്ടിട്ടുമില്ല. ഇനി അങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടാവുമോ എന്ന് സംശയമാണ്. സത്യസന്ധമായിട്ട് ചോദിച്ചാൽ കിട്ടേണ്ട സ്നേഹം കൃത്യമായിട്ട് സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അച്ഛൻ മകൻ ബന്ധം എന്ന് പറയുമ്പോൾ ചട്ടിയും കലവാണ് തട്ടിയും മുട്ടിയിരിക്കുന്നു പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ അല്ലേ. ഞാൻ മുട്ടാൻ പോയാലും പുള്ളി മുട്ടണ്ടേ. 10 വർഷം വിദ്യാർത്ഥിയായി മുന്നോട്ട് പോയിട്ട് ഒരു പ്രണയമില്ലായിരുന്നു. എല്ലാവരുടെയും ഒരു സംശയമാണ്, ഒരു പ്രണയമില്ലായിരുന്നു. ആ സമയത്തല്ലേ ഹോളി ആഘോഷിക്കുന്ന ഒരു വീഡിയോ, അത് ഏത് സമയത്തെയാ? 2009 അദ്ദേഹം സീറ്റ് ചർച്ചയ്ക്ക് അവിടെ വന്നു. ആ ഹോളി ആഘോഷമാണ്. 1-2 രാഷ്ട്രീയക്കാർ ഈ കേരള ഹൗസിന്റെ പടിവാതിൽ വന്നിട്ട് ഓടിക്കളഞ്ഞു. അവിടുത്തെ പ്രശ്നം ഈ പൊടിയിടുന്നത് പേടിച്ചു. എന്നെ പേടിച്ചിട്ട് എല്ലാരും പോയി. ഒരു സീനിയറും ഒരു ജൂനിയർ ആയിട്ടുള്ള ലീഡർ പടിവാതൊക്കെ വന്നിട്ട് ഇത് കളർ കേൾക്കുന്നു പറഞ്ഞിട്ട് അവിടെ സ്ഥലം വിട്ടു. പേരൊന്നും വെളിപ്പെടുത്താം, ഞാൻ പറയത്തില്ല. അന്ന് 10 പേര് മാത്രമേ ഈ വാനിസിലുണ്ടായിരുന്നു. ഒരു ഞങ്ങളുടെ സ്ട്രെങ്ത് അങ്ങനെ ഡിപ്ലീറ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നെ ഒഴിച്ച് 9 പേരെ അടിക്കും. എന്നെ അടിച്ചാൽ സ്റ്റേറ്റ് വാർത്തയാന്ന് പഠിച്ചിട്ട് എന്നെ അടിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ള മറ്റൊരു ചോദ്യം, 3.0 അതാണ് ഇന്നിപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം. എന്തടിസ്ഥാനത്തിലാണ് 3.0 വരില്ല എന്ന് പറയുന്നത്? എങ്ങനെ പറയാൻ സാധിക്കും? എന്നിട്ടും 3.0 വരുമെന്ന് പറയുന്നത് UDFിൻ്റെ ഒരു പ്രതിപക്ഷ പരാജയം അല്ലെങ്കിൽ UDFിൻ്റെ തമ്മിലടി കൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ടോ? അതായത് അപ്പോൾ സ്വാഭാവികമായിട്ടും UDFിൻ്റെ ഭാഗത്ത് ഒരു UDF ഭരണം എന്ന് ആഗ്രഹിക്കുന്നവർ പോലും നിലവിലത്തെ ഈ തമ്മിലടി, തൊഴുത്തിൽ കുത്ത് അല്ലെങ്കിൽ തമ്മിലടി. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിങ്ങാഡ്സൺ ബറുവ. സമകാലീന രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംവദിക്കാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പുതുപ്പള്ളി MLA നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ സാറാണ്. സാർ, സ്വാഗതം. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഭംഗിയായിട്ട് പോകുന്നു. ഇലക്ഷൻ ആയിട്ട് ഞാനിപ്പോൾ ഈ അടുത്തൊരു വീഡിയോ കണ്ടു. ഒരുപാട് വീടുകൾ കയറി ഇറങ്ങി ഇന്ന് കണ്ടു. ഇവിടെ ഏകദേശം നിലമ്പൂർ ഇലക്ഷനിലാണ് എനിക്ക് തോന്നുന്നു വീടുകൾ കയറി ഇറങ്ങുന്ന ഒരു ട്രെൻഡായി മാറിയത്. ഏകദേശം 3000-ഓളം വീടുകൾ കയറി ഇറങ്ങി. അത് പക്ഷേ നിങ്ങൾ അന്ന് കണ്ടെന്നേ ഉള്ളൂ. ഞാൻ 25 വർഷമായിട്ട് ചെയ്യുന്നൊരു കാര്യം. 25 വർഷമായിട്ട് അതെങ്ങനെ സാധിക്കും? ഈ 3000 വീട് എന്നൊക്കെ പിന്നെ ചെറിയൊരു സംഖ്യ അല്ലല്ലോ. അപ്പം 3000 വീടുന്നുണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും ഒരു ഊഹം വെച്ച്? എനിക്ക് ഊഹമില്ല. ഇപ്പൊ എനിക്ക് എൻ്റെ കിലോമീറ്ററിന്റെ കണക്ക് എൻ്റെ ഉണ്ട്. ഇപ്പൊ നിലവിൽ എത്ര? ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. എന്തായാലും ഇതുവരെ ഒരു 50 കിലോമീറ്റേഴ്സ് പോയി കാണും. 50 കിലോമീറ്റർ പോയി കാണും. ഞാൻ ഊഹം പറയാം. കാരണം 7 ദിവസമായി, 8 ദിവസമായി, 17 തുടങ്ങിയതാ. ഇടയ്ക്ക് 2 ദിവസം ബ്രേക്ക് ആയിരുന്നു. അതൊഴിച്ച് എല്ലാ ദിവസവും കുറച്ചെങ്കിലും കിട്ടും. 150 കയറി. അങ്ങനെ നമ്മൾ ദിവസം ഞാൻ ഇത്ര നാൾ കാൽക്കുലേറ്റ് ചെയ്തില്ലായിരുന്നു. ഈ നിലമ്പൂർ തൊട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയത്. അതെ, അത് ഭയങ്കര ട്രെൻഡായി. കാരണം അത് സാറിൻ്റെ ഇമേജും ഭയങ്കരമായിട്ട് അത് ബൂസ്റ്റ് ചെയ്യുന്നതിന് അത് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലേ? റിയാലിറ്റിയാണ് മോർ ഇമ്പോർട്ടൻറ്റ് ഇമേജിനെക്കാൾ. അതെ, അത് കറക്റ്റാണ്. എങ്കിൽ പോലും പൊതുജനങ്ങൾ വിലയിരുത്തുക എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് അപ്പം ഭയങ്കരമായിട്ട് സാറിന് വളരെയധികം ബൂസ്റ്റപ്പ് ആയിട്ടുണ്ട്. ഞാൻ 25 വർഷമായിട്ട് ചെയ്യുന്ന കാര്യം, അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നുമല്ല. അതെ. അപ്പോൾ ഈ സാധാരണക്കാരുടെ, അതായത് പാർട്ടിയിലെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന, അതായത് പോസ്റ്റർ ഒട്ടിക്കുന്നവരുടെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്, അല്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കുന്നവരുടെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. എങ്ങനെയാണ് പൊതുവെ ഒരു സാറിൻ്റെ ഒരു വിലയിരുത്തൽ വെച്ച് എങ്ങനെയാണ് കാര്യം? മികച്ച രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് എനിക്ക് തോന്നുന്നു 10 വർഷമായിട്ട് CPM കേരളത്തിൽ ഭരിക്കുന്നത് പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ലീഡ് ചെയ്യുന്നത് CPM നേതൃത്വം നൽകുന്ന LDF മുന്നണിയാണ്. ഇത്തവണ ഇതിനൊരു മാറ്റം ഉണ്ടാവുമോ? അങ്ങനൊന്നുമില്ല. അതൊക്കെ തെറ്റിദ്ധാരണകളും അല്ലേ? 2021 അതിനുശേഷം LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അതിന് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് 2010 തുല്യം 2000 എന്തായിരുന്നു? അന്നും തുല്യം UDF മേൽക്കൈ. അതുകൊണ്ട്
ബാക്കിയൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഒക്കെ UDF മറികടക്കും. ആത്മവിശ്വാസം തന്നെയാണ്. 100%. അപ്പോൾ നമുക്ക് രാഷ്ട്രീയം സംസാരിക്കുന്നതിന് മുമ്പ് സാറിൻ്റെ ഒരു പോഡ്കാസ്റ്റിലൂടെ തുടങ്ങാമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതായത് എന്താ പറയുക, കേരളം കണ്ട ഇത്രയും ലാളിത്യം ഉള്ള ഒരു മുഖ്യമന്ത്രിയെ ഇന്ന് വരെ കേരളം കണ്ടിട്ടുമില്ല. ഇനി അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുമോ എന്ന് സംശയമാണ്. അത്തരത്തിലുള്ളൊരു വ്യക്തിയുടെ വീട്ടിലാണ് ജനിക്കുന്നത്. എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? അതല്ല, നമ്മളിപ്പോൾ സാധാരണ ഒരു കുട്ടിയുടെ ഒരു അല്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. അതായത് സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിലെ ആ സമയത്തെ എല്ലാ വ്യക്തിത്വങ്ങളും, കാരണം എന്താ പറയുക, കേരള രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു വീടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തോന്നലോ അങ്ങനെ ഒന്നും ഒരു ചിന്ത പോലും അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനകത്തൊരു വലിയ കുട്ടിക്കാലം അപ്പം വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോൻ എന്നുള്ളൊരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്താണേലും അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടെങ്കിലും അദ്ദേഹം അങ്ങനെ ഒന്നും എൻകറേജ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നോർമലായിട്ടുള്ളൊരു കുട്ടിക്കാലം മാത്രമേ ഉള്ളൂ. പിന്നെ ഫാദർ ഇങ്ങനെ ഒരു അതിഥിയായി വന്നു പോകുന്നു എന്നുള്ളത് മാത്രമേ അതേ ഉള്ളൂ. അല്ലാതെ വേറൊരു അങ്ങനെ പലയിടത്തും ഞാൻ പല അഭിമുഖത്തിലും ചാണ്ടി സാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊരു അതിഥിയായിട്ട് വന്നു പോവും, എപ്പോഴും കിട്ടിയിട്ടില്ല, കാണാൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് അദ്ദേഹം അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. ചില സമയത്ത് നമ്മളെയൊക്കെ പുറത്തു കൊണ്ടുപോകും. അങ്ങനെ അദ്ദേഹം ഭയങ്കര ബിസി ആയിട്ടുള്ള വ്യക്തിയല്ലേ, അപ്പം അതിനുള്ള പരിമിതികളുണ്ട്. ആ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിലൊന്നും ഇടപെട്ടിട്ടേ ഇല്ല. അതായത് സ്കൂളിൽ വരികയോ സ്കൂളിൽ വന്നിട്ടേ ഇല്ല. സ്കൂളിൽ വന്നിട്ട് ഓർമ്മയിലേ ഇല്ല. ഒരിക്കലും വന്നിട്ടില്ല. ഒരിക്കലും കണ്ട ഒരു വന്നാലും എൻ്റെ ഓർമ്മയിൽ വന്നിട്ടില്ല. PT ഒന്നും വന്നിട്ടേ ഇല്ല. അതൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെയായിരുന്നു രണ്ട് ചേച്ചിമാരുടെ രണ്ട് കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. വല്ലപ്പോഴും വല്ല ഗസ്റ്റ് ആയിട്ട് 1-2 പ്രാവശ്യം അവർ സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളിൽ അല്ല, ഗസ്റ്റ് ആയിട്ട് വല്ലതും പോയിട്ടുണ്ടോ? അല്ലാതെ ഒരിക്കലും രക്ഷിതാവ് എന്ന രീതിയിൽ എത്തിയിട്ടേ ഇല്ല. ഒരിക്കലും പോയിട്ടില്ല. അപ്പോൾ സത്യസന്ധമായിട്ട് ചോദിച്ചാൽ കിട്ടേണ്ട സ്നേഹം കൃത്യമായിട്ട് സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? അതിപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയല്ലേ. ഇപ്പം നമുക്കിപ്പം ഓരോരുത്തരുടെ അവരുടെ സമയക്രമം, അവരുടെ യാത്ര, അവരുടെ ജീവിതം, അപ്പം അത് നമ്മൾ അവരുടെ ഷൂസിലെത്തുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. തീർച്ചയായും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അല്ല, ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു നീരസം പ്രകടിപ്പിക്കുകയോ, അപ്പോൾ എന്നെ എന്തായിരുന്നു വിളിക്കുന്നത്? അപ്പ എന്നെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പരിഗണിക്കപ്പ എന്ന് പറയേണ്ട ഒരു സാഹചര്യം എന്തെങ്കിലും? നമുക്ക് നമ്മളെ വേ ഓഫ് ലൈഫായിട്ട് യൂസ് ചെയ്യാമല്ലോ. ആ ഒരു വേ ഓഫ് ലൈഫായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. അതുമായിട്ടിപ്പം നമുക്കങ്ങനെ ഡിഫറൻസ് തോന്നില്ലല്ലോ. ഇപ്പം മറ്റൊരാളുടെ ജീവിതമായിട്ടല്ലല്ലോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതമല്ലേ, നമ്മുടെ ജീവിതത്തെ കാണുന്നില്ല. അപ്പോൾ അമ്മ അതിനകത്തനുസരിച്ച് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി, അതേ ഉള്ളൂ. അല്ലാതെ ഒരു നീരസം പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ബിസിയാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹം 24 മണിക്കൂർ യാത്രയും വർക്കും അങ്ങനെ. പക്ഷേ ചില കാര്യങ്ങൾ നമുക്കുള്ള ഫ്രീഡം തന്നിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് ആ പരിമിതിയൊന്നും ഉണ്ട്. അല്ല, എങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ശണ്ട കൂടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഈ ഒരു കാര്യത്തിൽ എന്തായാലും ഇല്ല. ഒരു കാര്യത്തിനും ഇതുവരെ ഒരു അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും അച്ഛൻ മകൻ ബന്ധം എന്ന് പറയുമ്പോൾ ചട്ടിയും കലവാണെ തട്ടിമുട്ടിയിരിക്കുന്നു പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ അല്ലേ. ഞാൻ മുട്ടാൻ പോയാലും പുള്ളി മുട്ടണ്ടേ? പരിയല്ലായിരുന്നല്ലേ അതേ ഒരിക്കലും ഒരു സൗമ്യനായിട്ടുള്ള. തീർച്ചയായിട്ടും. പക്ഷെ ചില കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരാളുടെ ഇതിന് ഗിഫ്റ്റ് മേടിക്കില്ലെന്ന് എൻ്റെ ചെറുപ്പത്തിൽ അത് വളരെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതേ ഒന്ന് നോക്കിയാൽ മതി. അതവിടെ അങ്ങനെ ആ കാര്യത്തിലൊക്കെ അത് ഗിഫ്റ്റ് മേടിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഗിഫ്റ്റ് മേടിച്ചേക്കരുത്. ഒരു പേന പോലും മേടിച്ചോണ്ട് വന്നേക്കരുത്. ഒരു മുട്ടായി പോലും മേടിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ അങ്ങനെ ശീലിക്കണ്ട എന്ന് വെച്ചിട്ട്. കാരണം ചിലര് അങ്ങനെ കൊണ്ടുവരുമല്ലോ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പാഠങ്ങൾ അതായത് അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള ഒരിക്കലും, അതായത് ജീവിത അവസാനം വരെ ചാണ്ടി സാറും മറക്കില്ല എന്ന് തോന്നുന്ന ഒരു എന്തെങ്കിലും ഒരു പാഠം മനസ്സിൽ ഓർക്കുന്ന? ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ഷമയാണ് ഏറ്റവും വലുത്. ഏതൊരു സാഹചര്യത്തിലും ക്ഷമയും അതുപോലെ ദൈവവിശ്വാസവും അതുപോലെ തന്നെ ഒന്നിലും പതറാത്ത ഒരു മനോഭാവം, അത് അദ്ദേഹത്തെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതിയിട്ടുണ്ട്. അത് ആ ഒരു ചിന്താഗതിയിലാണ് എപ്പോഴും മുന്നോട്ട് പോകുന്ന ലൈഫിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് തുടരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിപ്പോൾ തെളിയിക്കുന്നുണ്ട് കേട്ടോ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആദ്യം ഈ ഇലക്ഷൻ്റെ സമയത്ത് വളരെ കമ്പാരിസണും
എല്ലാം ചാണ്ടി സാറുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിട്ടുണ്ട്. അതുപോലെ അച്ചു ചേച്ചിയും സാറുമായിട്ടൊരു കമ്പാരിസൺ, ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യത്തിനൊക്കെ കൃത്യമായ മറുപടി 2.5 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു മാധ്യമത്തിരുന്നുകൊണ്ട് തന്നെ എനിക്ക് 100% പറയാൻ സാധിക്കും. കാരണം നമ്മൾ കാണുന്നുണ്ട്, അതായത് നമ്മൾ നേരിട്ട് കാണുക എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ കൂടുതൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരാൾക്ക് മറ്റൊരാൾ പകരമാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ പകരമാവുന്നുണ്ട്, ഇപ്പോൾ പല രീതിയിലും പകരമാവുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങി അന്വേഷിക്കും പോലും ഒരു 100 മാർക്ക് പല എല്ലാ കാര്യത്തിലും കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ അതുപോലെ തന്നെ ആയിരുന്നു ഉമ്മൻചാണ്ടി സാറും അങ്ങനെയായിരുന്നു. എല്ലാ മനുഷ്യരെയും കേൾക്കാനും ലിസണറായിരുന്നു നല്ലൊരു. അതുപോലെ തന്നെയാണ് ചാണ്ടി സാറും എന്നാണ് കേൾക്കുന്നത്. ആണോ, അങ്ങനെയാണോ? അങ്ങനെയല്ല. അല്ല എങ്കിൽ പോലും അല്ല, ഇത് സാറ് പറയണ്ട, പൊതുസമൂഹം പറഞ്ഞ് ഞങ്ങൾ കേട്ടു ആണ് എന്നുള്ള രീതിയിലാണ്. ഞങ്ങളിവിടെ ചെറിയൊരു ഒപ്പീനിയനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടി, അങ്ങനത്തെ ഒരു അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളെപ്പോഴും ജനങ്ങളോടൊപ്പം അപ്പം എന്നും അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹം. ആ മാതൃക അങ്ങനെ തന്നെ പിന്തുടരുക എന്നുള്ളത്. അതെ അതെ, അത് നമുക്ക് പുതിയൊരു കാര്യമല്ല. നമ്മളെങ്ങനെ അങ്ങനെ ആയിരുന്നു എന്നും ഇനിയും അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിൽ നമ്മൾ ഒരു കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പം പോഡ്കാസ്റ്റിൽ സാറ് സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാറുള്ള ആളാണോ? ഫേസ്ബുക്കും മറ്റേ ഇൻസ്റ്റയൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, എല്ലാ സംഗതിയും കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾ തന്നെയാണ്. ഞാനായിരിക്കും വൺ ഓഫ് ദ ഫസ്റ്റ് യൂസേഴ്സ് എന്ന് വേണേൽ പറയാം ഫേസ്ബുക്ക്. 18 വർഷം മുമ്പ് ഞാൻ 2007 ഫസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അന്ന് ഓർക്കുട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഓർക്കുട്ടായിരുന്നു കാലഘട്ടം. ആദ്യം ഓർക്കുട്ടായിരുന്നു, പിന്നെ ഓർക്കുട്ടിൽ നിന്ന് മാറി ഇതായി 2004-05 എനിക്ക് ഓർക്കുട്ടിന്റെ സമയമായിരുന്നു. ഫേസ്ബുക്ക് വന്നു 7 തൊട്ട്. അപ്പൊ ഫേസ്ബുക്ക് എന്റെ ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ട്. 18 വർഷമായി സജീവമായിട്ട് ഫേസ്ബുക്ക്. ട്വിറ്റർ അത്രയില്ല. ഇല്ല. ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. ഇപ്പൊ പൊതുവേ ഒരു സംസാരം പലയിടത്തു നിന്ന് പല കോണിൽ നിന്നും വരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസ് ഇടുന്നവരാണ് നേതാവാകുന്നത്, അല്ലെങ്കിൽ നേതാവാകാൻ യോഗ്യത ഇപ്പം പൊതുജനങ്ങളുടെ സ്വീകാര്യതയല്ല, മറിച്ച് ഇൻസ്റ്റഗ്രാമിലും റീൽസിലും കിട്ടുന്ന ലൈക്സും കമൻസും ഷെയറും ആണെന്നൊരു പൊതുവെ ഒരു സംസാരമുണ്ട്. എങ്ങനെയാണ്? ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. ചിലർക്ക് അങ്ങനെയുള്ളവരാണ് ഇഷ്ടം, ചിലർക്ക് വേറെ തരത്തിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടം. അതിപ്പോ ചാണ്ടി സാറിന്റെ അഭിപ്രായം? എനിക്കങ്ങനെ അഭിപ്രായമില്ല. എനിക്കല്ല, ഞാൻ ഇൻസ്റ്റയിലും ഉണ്ട്, ഞാൻ ഫേസ്ബുക്കിലും ഉണ്ട്, പക്ഷെ അത്ര പോസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ഞാൻ കാണുന്നില്ല. എത്രയോ പോസ്റ്റ് കൊണ്ട് ഇരിക്കാൻ മേല. എല്ലാം കൃത്യമായിട്ട് തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട്, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അല്ലേ? അതും വേണം, ഇതും വേണം, എല്ലാം വേണം. ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ മലയാളികൾ മൊത്തം ലോകം മൊത്തം ഉള്ളവരാ. അവരെങ്ങനെ അറിയും പുതുപ്പള്ളി നടക്കുന്ന കാര്യം? അവരെങ്ങനെ കേരളത്തിൽ നടക്കുന്ന കാര്യം? ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയ. അതെ. അപ്പൊ അതിൻ്റെ ഒരു തെറ്റ് കാണാൻ അങ്ങനെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അവരുടെ വ്യൂ പോയിന്റ്, അതിനകത്തൊരു തെറ്റ് ഞാൻ പറയില്ല. അവരുടെ വ്യൂ പോയിന്റ്. അതെ. പക്ഷേ ഈ പറയുന്നവർ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാ അക്കൗണ്ടും കൊണ്ട് ഇതെല്ലാം ഇടുന്നുണ്ട് താനും. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും ഉന്നം വെച്ച് പറയുന്ന പോലെ തോന്നാറുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷൻ അല്ലേ, അവർ ഇന്റർപ്രിറ്റ് ചെയ്തോട്ടെ, അവരിഷ്ടം. ഞാനതിനെ കുറിച്ചൊരു കമന്റ് പറയുന്നില്ല, ഒഴിഞ്ഞു മാറി നൈസായിട്ട്. അപ്പം അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പ്രശ്നമാണെന്ന് പറയുന്നതും പ്രശ്നമല്ല എന്ന് പറയുന്ന 2 തരത്തിലുള്ള ഒരു വിഭാഗം ഇന്ന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലുണ്ട്. അത് നമ്മളിന്ന് പലയിടത്തായിട്ട് കാണാം. അതുപോലെ കതറിടണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവാശി കാണിക്കുന്നതൊക്കെ കോൺഗ്രസിൻ്റെ? അതിനകത്ത് പിടിവാശി ഒന്നുമില്ലല്ലോ. ഖദർ എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഒരു സിമ്പലാണ്. ഖദർ ഗാന്ധി നെയ്തുണ്ടാക്കിയതാണ്. അപ്പം അതുമായിട്ട് കോൺഗ്രസ്സുകാർക്ക് എന്നും ഒരു കണക്ഷനും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ട്. അതൊരിക്കലും മാറത്തില്ല. സ്വാഭാവികമായിട്ടും ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഗാന്ധിയൻ പോളിസി തന്നെയാണ് കാര്യത്തിൽ. അപ്പം ഗാന്ധി പറഞ്ഞെന്താ, മതത്തിനെ കുറിച്ച്, അതായത് ഓരോരുത്തരും തൻ്റെ ജീവിതത്തിൽ ഇൻ്റഗ്രലായിട്ട് കണക്കാക്കുന്ന മതത്തെക്കുറിച്ച് ഗാന്ധി പറഞ്ഞ്, ഐ എം എ ഹിന്ദു, ഐ എം എ മുസ്ലിം, ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ സിഖ്, ഐ എം എ പാർസി, ഐ എം എ ജൂ, നോട്ട് ഓൺലി മീ, യു ആർ ഓൾ. ഞാനിതെല്ലാമാണ്, നിങ്ങളും അതാണ്. അതാണ് ഈ കാര്യത്തിലും അതാണ് അപ്രോച്ച്. ഗാന്ധിയുടെ അപ്രോച്ച് എന്നുണ്ടെങ്കിൽ അത് തന്നെ. നിങ്ങൾക്ക് കതറിടണേ ഇടാം, ഡ്രസ്സ് ഇടണേ ഇടാം, എന്താ പറയുക, മറ്റേ കതറില്ലാത്ത ഡ്രസ്സ് ഇടണേ ഇടാം. പക്ഷേ വാട്ട് യു നമ്മളെന്താ ചെയ്യുന്നു എന്നുള്ള പ്രവൃത്തിയിലാണ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നു? ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏത് മതത്തിൽപ്പെട്ട ആളാണ്, നന്മ ചെയ്യുവാണെങ്കിൽ അതാണ് ആവശ്യം, ഇല്ലേ? അതല്ലാതെ ഇപ്പം മതത്തിൻ്റെ വലിയ ഫോളോവറാന്ന് പറയുകയും തിന്മ ചെയ്യുകയും ചെയ്താൽ, അല്ലെങ്കിൽ മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുകയും ചെയ്താൽ വാട്ട്സ് എ പോയിന്റ്? അതുപോലെ തന്നെയാണ് ഡ്രസ്സിൻ്റെ കാര്യവും. ഔട്ട്സൈഡ് ഉള്ളതല്ല, വാട്ട് ഈസ് ഇൻസൈഡ് യു, ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. അതാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കതറിനെ കതറിട്ടു, അതല്ല മറ്റൊരാൾക്ക് വേറെ ഇടുക, അങ്ങനെ. പക്ഷെ
കബര ഒരു സിമ്പലാണ് കോൺഗ്രസിൻ്റെ. അപ്പോൾ അതിലൊരു ആദർശമുണ്ട്, ഒരു ഫോളോയിങ് ഉണ്ട് അതിനകത്ത് ഒരു തെറ്റും പറയാനും പറ്റത്തില്ല. ആരെങ്കിലും പറയാം കബര ഇടണം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു തെറ്റില്ല. ദാറ്റ്സ് പെർഫെക്റ്റ്. പക്ഷേ അടിച്ചേൽപ്പിക്കുന്നതിൽ കാര്യമില്ല അല്ലേ, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. ഒന്നും അടിച്ചേൽപ്പിക്കുന്നത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. സാറ് പറയുന്നത് ഇതുമായിട്ട് തന്നെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യം, വെളിയിൽ തൂവുള്ള കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അകം കറുത്തിരുന്നിട്ട് കാര്യമില്ല അല്ലേ. അൾട്ടിമേറ്റ് പറയുന്നത് പ്രവൃത്തി നന്നാകുക. ഇപ്പം ഡ്രസ്സ് എന്താണെന്നുള്ളതൊക്കെ എന്നുള്ളത് ഇത് തന്നെയാണ്. അപ്പം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു സാർ പിന്നീട്? സ്കൂളിംഗ് എല്ലാം ട്രിവാൻഡ്രത്തായിരുന്നു. അവിടെ തന്നെയായിരുന്നു. ബാക്കി ഒരു ഡൽഹിയിലായിരുന്നു കോളേജ്, പിന്നെ ഒരു വർഷം ബാംഗ്ലൂർ. അല്ല, അതൊന്നും അറിയണം. അതായത് കോളേജ് കാലഘട്ടം സാറിന് ഏകദേശം 6ഓളം ഡിഗ്രി ഉണ്ടെന്നാണ് എനിക്ക് അറിയാം. അതും ഉന്നത ഏറ്റവും പ്രധാനപ്പെട്ട പല യൂണിവേഴ്സിറ്റികളിൽ നിന്നുമാണെന്നുള്ളതാണ് അറിയാൻ. അതൊന്ന് കൃത്യമായിട്ടൊന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതല്ല അതിനകത്ത്, കാരണം ഞാനിപ്പോൾ നിലവിൽ LLB പഠിക്കുന്ന ഒരാളാണ്. LSR കോളേജ് തൊടുപുഴയിൽ LLB പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ സാറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ഞാൻ ആദ്യം യുവാനിസ് കോളേജിൽ ഒരു വർഷക്കാലത്തോളം എക്കണോമിക്സ് പഠിച്ചത്. അപ്പോഴാണ് എനിക്ക് സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൽ പഠിക്കണമെന്ന് നേരത്തെ ആഗ്രഹമുണ്ടായിരുന്നു. സെൻറ്റ് സ്റ്റീവൻസ് വന്നപ്പം സെൻറ്റ് സ്റ്റീവൻസിലോട്ട് ഞാനങ്ങ് പോയി. അപ്പം BA ഹിസ്റ്ററി ഓണേഴ്സ് ചെയ്തു. അവിടുന്ന് പിന്നെ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് LLB ചെയ്തു. LLB കഴിഞ്ഞിട്ട് MA ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു എന്താ പറയുക, ഈ അംബേദ്കറിൻ്റെ ഒരു ഫിലിം ഞാൻ കണ്ടു. ഈ പുള്ളിക്ക് എത്ര ഡിഗ്രി ഉണ്ട്? എനിക്കൊന്ന് 28 ഡിഗ്രിയോ സ്കൂൾ ഡിഗ്രി ഉണ്ട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊരു മനസ്സിന് തോന്നല്, ഒരു ഡിഗ്രി കൂടെ എടുത്തേക്കരുത്. അങ്ങനെയാണ് ക്രൈസ്റ്റിൽ പോയി LLM ഒരു വർഷത്തിൽ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഡിഗ്രി കൂടെ ചെയ്തു, ആ ക്രിമിനോളജി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ചെയ്തു, അതും ഒരു വർഷത്തെ. അപ്പം അങ്ങനെ 5 ഡിഗ്രി. 3 ഇനി 2 കൂടി 2 ഉണ്ടല്ലോ. ഒരു മാസ്റ്റേഴ്സ് ഹിസ്റ്ററി, ഒരു LLB, BA. അപ്പം സാറ് പിന്നീട് എന്താ ഒരു മജിസ്ട്രേറ്റ് ലെവലിലേക്കൊന്നും പിന്നീട് ചിന്തിക്കാതിരുന്നു? എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എൻ്റെ ഇൻട്രസ്റ്റ് എപ്പോഴും പൊളിറ്റിക്സ് ആയിരുന്നു. എൻ്റെ ചെറുപ്പം മുതൽ ആഗ്രഹം. ലോയറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പഠിപ്പിക്കാനും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ? അതിന്റെ ഒരു കഥ പറയണം. ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരിടത്തും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ ഡൽഹിയിൽ ആദ്യം പഠിപ്പിച്ചത് നമ്മുടെ ബിപ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസ്. അവിടെ പഠിപ്പിച്ചു. പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി ലോ പഠിപ്പിക്കാനായിട്ട് പോയി. പിന്നെ അങ്ങനെ 3 വർഷത്തോളം അവിടെ 3-4 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. കോവിഡാണ് അതിന് ബ്രേക്ക് കൊണ്ടുവന്നത്. അല്ല, ഈ പഠിപ്പിച്ച സമയത്ത് എന്തെങ്കിലും ഒരു അനുഭവം എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ? അല്ല, പഠിപ്പിച്ച രസകരമായതോ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കാണാതിരിക്കുമല്ലോ. കാരണം അധ്യാപകൻ എന്ന രീതിയിലുള്ള അനുഭവം എന്താണെന്ന് പറയാൻ ആഗ്രഹമുണ്ടോ? ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു വലിയ കഴിവുള്ള വലിയ അധ്യാപകരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഉള്ള ചെറിയ ഒരു കഴിവ് വെച്ച് അല്ലെങ്കിൽ ഒരു വിജ്ഞാനം വെച്ച് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക, അതാണ് എനിക്ക് എപ്പോഴും ഒരു സന്തോഷമായിട്ട് തോന്നി. എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയില്ല നമുക്ക്? അനുഭവങ്ങൾ അതിനകത്ത് ഏതെങ്കിലും കുട്ടിയുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു കുട്ടികളുടെ കൂട്ടമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അധ്യാപകർക്കിടയിൽ തന്നെ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു അനുഭവമായിട്ട് പറയാൻ തക്ക ഒരു ചൂടെ ഒരു സമയം വേണമായിരുന്നു അവിടെ. അതിനെനിക്ക് എത്ര സമയം കിട്ടി? അതിന് 3 വർഷത്തിൽ ഞാൻ പല സമയത്തായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അനുഭവങ്ങൾ എടുത്തു പറയാൻ തക്ക ഒന്നും എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം, അല്ലെങ്കിൽ ഒരു യുവാവ് എന്ന രീതിയിലുള്ള എൻ്റെ ഒരു സംശയം കേട്ടോ. ഇപ്പോഴും യുവതയായി മുന്നോട്ട് പോകുന്ന ഒരാളുടെ സംശയം എന്ന രീതിയിൽ ഏകദേശം ഒരു 15 വർഷത്തോളം വിദ്യാർത്ഥിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലേ? 15 വർഷം 15 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്കൂൾ കാലഘട്ടം വിട്ടേരെ, ഞാൻ പറഞ്ഞത് എന്താ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ, അതായത് കോളേജ് കാലഘട്ടം. 5 വർഷം, 3 വർഷം LLB, 2 വർഷം LLM, പിന്നെ ഒരു LLM, 2 പിന്നെ ക്രിമിനോളജി 3, 6 2, 8 ഓരോന്ന് 10 വർഷം. അതിൻ്റെ കൂടെ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങും അതോടൊപ്പം 10 വർഷം വിദ്യാർത്ഥിയായി മുന്നോട്ട് പോയിട്ട് ഒരു പ്രണയമില്ലായിരുന്നു? എല്ലാവരുടെ ഒരു സംശയമാണ്, ഒരു പ്രണയമില്ലായിരുന്നോ? അതിപ്പോ എല്ലാ കാര്യങ്ങളും പറയേണ്ടതുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം, അതായത് ഇല്ല, എല്ലാവരും ആഗ്രഹം ഞാൻ സഫരിച്ചു കൊടുക്കാറുണ്ട്. പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല ലൈഫിൽ? ഞാൻ പറയാം എല്ലാവരുടെയും കാര്യവും. ഈ മണിയാശാനെ ഞാൻ മണിയാശാനായിട്ട് ഇന്റർവ്യൂ ചെയ്തു. മണിയാശാൻ പണ്ടത്തെ, അതായത് 16 വയസ്സിലൊരു പ്രണയം പറഞ്ഞു കഥ.
അത് ഭയങ്കര രസകരമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഞാനപ്പം ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ അല്ല, ഈ ഒരു ഇൻഫാക്ച്വേഷൻ പോലും ഉണ്ടായിട്ടില്ല. ഒന്നിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യത്തില്ല, അതുപോലെ ഞാൻ കമന്റ് ചെയ്തു. ഇതുവരെ ആരും സാധിച്ചിട്ടില്ലല്ലോ. അതെ അതെ, എത്ര പേര് ചോദിച്ച ചോദ്യം ഇന്ന് വരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതിന്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം എങ്ങനെ അപ്പം ഈ 2020 കോവിഡിന് ശേഷമാണ് പിന്നീട് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിൽ. അല്ല, മുഴുവൻ സമയം ഞാൻ ഈ സമയം മുഴുവൻ ഇവിടുത്തെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ വന്ന് പ്രവർത്തിച്ചു. ഉണ്ട്. പിന്നെ എനിക്കൊക്കെ ഓർക്കുന്നുണ്ട്. ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ വീട് കയറാൻ പോകുമായിരുന്നു. അപ്പൊ അത് 11 പോവായിരുന്നു അല്ലേ? ആ സമയത്തല്ലേ ഹോളി ആഘോഷിക്കുന്ന ഒരു വീഡിയോ? അത് ഏത് സമയത്താ? 10 ഹോളി ആഘോഷിച്ചു. 2009 അദ്ദേഹം സീറ്റ് ചർച്ചയ്ക്ക് അവിടെ വന്നു. ആ ഹോളി ആഘോഷമാണ്. അത് ഭയങ്കര രസകരമായിട്ടുള്ള. അല്ല, വേറൊരു ആ സമയത്ത് പ്രതിപക്ഷ നേതാവാണ്. 1-2 രാഷ്ട്രീയക്കാർ ഈ കേരള ഹൗസിന്റെ പടിവാതിൽ വന്നിട്ട് ഓടിക്കളഞ്ഞു. അവിടുത്തെ പ്രശ്നം കാരണം ഈ പൊടിയിടുന്നത് പേടിച്ചു. എന്നെ പേടിച്ചിട്ട് എല്ലാരും പോയി. അല്ല, അത് ഓർഗനൈസ് ചെയ്ത് സത്യം പറഞ്ഞാൽ ചാണ്ടി സാറാ. ഞാൻ പിടിച്ച അദ്ദേഹത്തെ കൊണ്ടുവന്ന് മൊത്തം ചെയ്ത് വിട്ടത്, മൊത്തം ഉപദ്രവിച്ച് വിട്ടത് ചാണ്ടി സാറിന്റെ ഓർമ്മയുണ്ട്. ഒരു സീനിയറും ഒരു ജൂനിയറായിട്ടുള്ള ലീഡർ പടിവാതൊക്കെ വന്നിട്ട് ഇത് കളർ കേൾക്കുന്നു പറഞ്ഞിട്ട് അവിടെ സ്ഥലം വിട്ടു. ആ പേരൊന്നും വെളിപ്പെടുത്താം? ഞാൻ പറയത്തില്ല. ആഗ്രഹം കൊണ്ടോ ഒന്നും പറഞ്ഞേ? പറയല, പറയേണ്ടത് മാത്രമേ പറയുള്ളൂ അല്ലേ? അല്ലാത്തതിനെ പറയല. അപ്പം അതെങ്ങനെയാ ഓർഗനൈസ് ചെയ്ത്? അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അല്ല, അത് ഇപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് ഇപ്പൊ ഹോളിയുടെ ആ കറക്റ്റ് ദിവസമായിരുന്നു. ആ കറക്റ്റ് ദിവസമായപ്പോ ഞങ്ങൾ പത്രക്കാരുമായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഹോളി ആഘോഷിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞത് പിന്നെ അപ്പയോടെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയി കൊണ്ടുവരും. അതേ ഒപ്പം തന്നെ വരികയും ചെയ്തു. അതിലൊന്നും ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നല്ലേ? എന്ത് അത്രയും ഇടപഴകുന്ന ഒരു വ്യക്തിത്വം. ആര്യാടെ മുഹമ്മദും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കുറെ പച്ച എടുത്ത് തേച്ചൊക്കെ എനിക്ക്. അപ്പം പിന്നീട് എന്താ അതുപോലത്തെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ അപ്പയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടോ? അത്രയും രസകരമായിട്ടുള്ള, അതായത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ എന്ന രീതിയിൽ? ഒത്തിരി ഓർമ്മകൾ. ഒത്തിരി എന്ന് വെച്ചാൽ ഇപ്പം 94 എന്നെ അദ്ദേഹം ഡൽഹി കൊണ്ടുപോയി. അപ്പം 91 എനിക്ക് തന്നൊരു പ്രോമിസാണ്. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ ഞാൻ വളരെ ഡിസാർട്ടൻ്റ് ആയിരുന്നു. അപ്പം അതേ എനിക്ക് തന്നൊരു പ്രോമിസാണ് ഡൽഹി കൊണ്ടുപോവുക, സോണിയാഗാന്ധി കാണിക്കുക. അങ്ങനെ 94 കൊണ്ടുപോയി അവിടെ. 94 അല്ലേ? ആ സമയത്ത് പ്രസിഡന്റ് ആയിട്ടില്ല സോണിയാഗാന്ധി. പ്രസിഡന്റ് അല്ല, അന്ന് പോസ്റ്റ് ഒന്നുമില്ല. 98-99 സോണിയാജി വരുന്നത്. അന്ന് പവർ അവർക്ക് SPG പ്രൊട്ടക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അവരുടെ ഫാമിലി ഫുള്ളി ഒരു ഐസൊലേറ്റഡ് കൈൻഡ് ഓഫ് സിറ്റുവേഷനിലായിരുന്നു. അന്ന് ഈ ഗവൺമെന്റ് അത്രയും പോസിറ്റീവ് അല്ലായിരുന്നു, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ. അപ്പൊ എന്നെ കൊണ്ട് അന്ന് കാണിച്ചു. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ എപ്പോഴാണ് ആദ്യമായിട്ട് കണ്ട ഒരു മൊമെന്റ്? ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ 2007 അന്ന് AICCയുടെ ഒരു പരിപാടി ഡൽഹിയിൽ നടക്കുമ്പം ഞാനും അതിന് പോയിരുന്നു. അന്നാണ് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് കാണുന്നത്. അതെങ്ങനെ അനുഭവം? 2006 ആണ്. പിന്നെ 7 രാഹുൽജി ചാർജ് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെയും NSന്റെയും കിട്ടിയപ്പം ഇന്ത്യ മൊത്തം ടൂർ പോയി. ആ ടൂർ പോയപ്പോൾ അതിന്റെ NSU അതിന്റെ മെമ്പർഷിപ്പ് ചാർജ് ഇരിക്കുകയായിരുന്നു. അങ്ങനെ മെമ്പർഷിപ്പ് കുറെ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇലക്ഷൻ കമ്മീഷനിൽ അംഗമായി. ഇലക്ഷൻ കുറെ കാര്യങ്ങൾ ചെയ്തു. അന്നൊക്കെ രാഹുൽജി ആയിട്ടുള്ള കുറെ മീറ്റിംഗ് വർഷങ്ങളായിട്ട്. 2007 തൊട്ടുള്ള ആത്മബന്ധമാണ്. 2007 അന്ന് ഞാൻ സംസാരിച്ചില്ല, ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു മൊമെന്റ്? ആദ്യമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ പറഞ്ഞ ഈ ഡിസ്കഷൻസ് ഉണ്ടല്ലോ, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട കുറെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. പിന്നെ 11 എൻ്റെ തെരുവ് നാടകത്തിന് അദ്ദേഹം തെരുവ് നാടകം ചെയ്തിട്ടുണ്ടോ? തെരുവ് നാടകം ചെയ്തു. എവിടെയാ ചെയ്തത്? 2011 ഇലക്ഷൻ, 2008 ഡൽഹി ഇലക്ഷന് ഡൽഹി മൊത്തം തെരുവ് നാടകം ഞങ്ങൾ നടത്തി. ശരി. NSUയുടെ നേതൃത്വത്തിലാണോ അതോ യൂത്ത് NSU ആണല്ലോ ഞങ്ങളന്ന്? അപ്പൊ ഞങ്ങള് സെന്റ് സ്റ്റീവൻസിലെ പിള്ളേർ ഞങ്ങളും എല്ലാം കൂടെ ചേർന്ന്. പിന്നെ 2011 തിരുവനന്തപുരം നടത്തി. അത് ചാക്യാർ കൂത്തൊക്കെ ആയിട്ട് പറഞ്ഞ് ഈ പാലക്കാടിൽ തുടങ്ങി തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് എത്തിയ ദിവസം രാഹുൽ ഗാന്ധി അന്ന് വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി പൂജപ്പുരയിലെ പരിപാടി കഴിഞ്ഞിട്ട് അപ്പയും വണ്ടി കയറ്റി, അപ്പ വണ്ടിയിലുണ്ടെന്ന്. അപ്പോൾ പ്രതിപക്ഷമാണല്ലോ. തിരിച്ച് എൻ്റെ അടുത്ത് രാഹുൽ ഗാന്ധിയുടെ സെക്രട്ടറി പറഞ്ഞു, രാഹുൽജി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു, നിങ്ങളുടെ പരിപാടി കാണാൻ. നമുക്കിതിപ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ ജഗതി പരിപാടി നടത്തി. രാഹുൽജി അവിടെ നിന്ന് കൃത്യം ഇറങ്ങിയപ്പോഴും അപ്പയ്ക്ക് മനസ്സിലായത് രാഹുൽജി ഇങ്ങോട്ടാണ് വരുന്നത്. അല്ല, അങ്ങനെയല്ല, അദ്ദേഹം ഹാപ്പി ആയിരുന്നു.
സ്വാഭാവികമായിട്ടും ആ പ്രതീക്ഷയില്ലല്ലോ നമ്മുടെ ഒരു പരിപാടിക്ക് അത് വരുന്നത്. അതെ 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 അവർക്ക് നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പം വലിയൊരു ഇതായിരുന്നു, നമുക്ക് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ അപ്പം സ്വാഭാവികമായിട്ട് ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ഓർത്തെടുക്കാൻ പറ്റുന്നത്? 10 വർഷം അല്ല 10 വർഷമല്ല, അതിന് മുമ്പത്തെ തൊട്ട് വേണമെങ്കിൽ പറയാം. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നത് ചാണ്ടി സാറൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 95 അല്ലേ? 2000-ലാണ് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത്. 2000-ലാ. അപ്പോൾ ഈ പറയുന്ന പ്രായമൊന്നും ഇല്ല, 38 വയസ്സേ ഉള്ളൂ. പ്രായം കൂട്ടി തരുന്നുണ്ട്. അപ്പോൾ എന്താ ആ കാലഘട്ടത്തൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം രാഷ്ട്രീയമുള്ള കാലഘട്ടമാണ്. ഇപ്പോഴാണല്ലോ ഇച്ചിരി ഒന്ന് പുറകിലേക്ക് വലിക്കപ്പെട്ടത് രാഷ്ട്രീയം. ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു കലാലയ രാഷ്ട്രീയം? അടി ഇടി വെടി കുത്ത് അതൊക്കെ? 2000-ല് ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ വയലൻസ് ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ പൊളിറ്റിക്സ് ഇല്ല. ഞങ്ങളുടെ സ്കൂളിലൊന്നും പൊളിറ്റിക്സ്, ഞാൻ ഇവിടെ വന്നിട്ടുള്ള പൊളിറ്റിക്സ് എനിക്കുള്ളൂ. പുതുപ്പള്ളി വന്ന് വീട് കയറുക പോവുക എന്നുള്ള അപ്പുറം ഒരു പൊളിറ്റിക്സ് ഇല്ല. പിന്നെ വീട് കയറ്റം ബേസിക്കലി ഇത് തന്നെ, എല്ലാ സ്ഥലത്തും എല്ലാ ഇലക്ഷനും പോയി വർക്ക് ചെയ്യുക എന്നുള്ളത്. അത് 2003-ലെ എറണാകുളം ഇലക്ഷൻ ആണെങ്കിലും 2005-ലെ തിരുവനന്തപുരത്ത് ഇലക്ഷൻ ആണെങ്കിലും അതിന് മുമ്പ് എലിസബത്ത് മാമത്തയുടെ ഇലക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ തിരുവല്ലയിൽ. ആ ഇലക്ഷന് അടക്കമുള്ള എല്ലാ ഇലക്ഷനും നമ്മൾ അങ്ങനെ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. അപ്പൊ കലാലയ രാഷ്ട്രീയത്തിൽ അത്ര രാഷ്ട്രീയം വരുന്നത് ഞാൻ കലാലയത്തിൽ കയറിയ ശേഷമേ പറ്റുള്ളൂ. രാഷ്ട്രീയം 2003-2004 മാത്രമേ എനിക്ക് ഡൽഹിയിൽ പോകുന്നതിന് മുമ്പ് യുവാനസിൽ ഉണ്ടായ സമയത്ത് ഞാൻ കലാലയ രാഷ്ട്രീയത്തിൽ ഇവിടെ ആക്റ്റീവ് ആയിരുന്നു. എന്നെ അടിക്കുകയല്ല, എന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ആക്ച്വലി അന്ന് 10 പേര് മാത്രമേ യുവാനസിൽ ഉണ്ടായിരുന്നു. അന്ന് ഒരു ഞങ്ങളുടെ സ്ട്രെങ്ത് അങ്ങനെ ഡിപ്ലീറ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നെ ഒഴിച്ച് 9 പേരെ അടിക്കും. എന്നെ അടിച്ചാൽ സ്റ്റേറ്റ് വാർത്തയാന്ന് പേടിച്ചിട്ട് എന്നെ അടിക്കുക. പേടിയുണ്ട്. അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെന്നാൽ അവര് അടിക്കുകയില്ല. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തമുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഒരു പ്രാവശ്യം ഞാൻ കോളേജ് വിട്ട് ഞാൻ തിരിച്ചു പോകും. തിരിച്ചു വന്നപ്പോ എന്റെ സഹപ്രവർത്തകൻ നുസൂറോടൊക്കെ എല്ലാരും ഇലക്ഷന്റെ സമയം കണ്ടാണ് അവര് അകത്തായിപ്പോയി. അപ്പൊ തിരിച്ചിറങ്ങാൻ മേല. അപ്പൊ എന്നെ വിളിച്ചു. ഞാൻ ചെന്നാണ് ഞാൻ അവരെ ഇറക്കി കൊണ്ടുവരുന്നത്. ഞാനുള്ളതുകൊണ്ട് ഇവര് ആരും അടിച്ചില്ല. അല്ല, അവിടെ ഒരു സംഘർഷത്തിന് സാധ്യതയായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പോയി തിരിച്ചെന്നെ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ വന്ന്. എനിക്ക് 2003 പറയുമ്പോ ആ സമയത്ത് മുഖ്യമന്ത്രിയാ. അല്ല, ഒരു വർഷം തൊട്ട് മുമ്പ്, അത് UDF കൺവീനർ അദ്ദേഹം. അപ്പൊ ഞാൻ പോയിട്ടാണ് ഇവരെ ഇറക്കി കൊണ്ടുവരുന്നത്. അല്ലാതെ അടി ഉണ്ടായ സമയത്ത് നൈസായിട്ട് മാറിക്കോ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഇതുണ്ടോ എസ്എഫ്ഐക്കാര്? അങ്ങനെയില്ല. അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുള്ള സാഹചര്യം ഒന്നും ആയിട്ടില്ല. ഇല്ല. അപ്പൊ പിന്നെ ഇടി കിട്ടാതെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്? അവര് എന്നെ അടിക്കത്തില്ല, തൊടുകയല്ല, എന്നെ തൊടുകയില്ല. അന്ത ഫൈവർ കിട്ടും. അതാ സംഭവം. ഞാനൊക്കെ നേതാവായി പോയാലോ ആ ഒരു ഭയവാ. എന്നിട്ട് അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥി കാലഘട്ടം എല്ലാം കഴിഞ്ഞ് ഇപ്പം നിലവിൽ പുതുപ്പള്ളിയുടെ MLA ആയിട്ട് വീരോചിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2.5 വർഷമായി. അതും ഐതിഹാസിക വിജയം. 37, അതായത് അപ്പയുടെ ഭൂരിപക്ഷത്തെയും മലർത്തി അടിച്ചുകൊണ്ട്. അത് ഞാൻ പ്രവചിച്ചിട്ടുള്ള ആളായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ 30,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രവചിച്ച ആളാണ്. ഞാൻ 30,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രവചിച്ച ആളായിരുന്നു. അന്ന് 37. അത് ഞെട്ടി. 30,000 ഒക്കെ അടുത്ത് വരും. നിങ്ങൾ ഒരു 20 അപ്പയ്ക്ക് കിട്ടിയതിനേക്കാൾ ഒരു 2000 വോട്ട് എന്തായാലും കൂലി കിട്ടും എന്നുള്ളായിരുന്നു പ്രതീക്ഷ. അതെ, 40 തന്നെ. 30 ഒത്തിരി വോട്ട് ചേർത്തത് ആഡ് ചെയ്തിട്ടില്ല. അതെന്താ സംഭവം? അത് അവര് വോട്ട് ചേർത്തിട്ടും അവർ ആഡ് ചെയ്തിട്ടില്ല. അന്ന് ഇലക്ഷൻ കമ്മീഷൻ ആ ചേർത്ത വോട്ട് ആഡ് ചെയ്തില്ലെന്ന്. ഓ, അത് ശരി. അത് നമ്മുടെ വോട്ട് തന്നെ വെട്ടിയത് തന്നെയാ അല്ലേ? ഇപ്പോഴും നടക്കുന്ന SIR അതാണ് അതിലേക്ക് വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാനതിന് ആ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. നാളെയാണ് കേസ് പരിഗണിക്കുന്നത്. SIR-ന്റെ അതോ SIR-ഉമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ഇനി നമുക്ക് രാഷ്ട്രീയ സമകാലീന വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ, അത് ഇപ്പോൾ എന്തായാലും ചാണ്ടി സാർ തന്നെ പറഞ്ഞു തുടങ്ങിയല്ലോ. ഈ SIR എന്ന് പറയുന്നത് ബീഹാറിൽ അറിയാൻ കഴിഞ്ഞത് ഏകദേശം 75ഓളം സീറ്റ് ഈ SIR നടപ്പിലാക്കിയത് കൊണ്ട് മാത്രം, അതായത് നമ്മുടെ പ്രധാനപ്പെട്ട RJD കോൺഗ്രസ് സഖ്യത്തിന് നഷ്ടമായി. CPM RJD കോൺഗ്രസ് സഖ്യത്തിന് മഹാഗഡ്ബന്ധന് നഷ്ടമായെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതായത് അത് കൃത്യമായിട്ട് സർവേ സഹിതം പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തുറന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 75 സീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് SIR ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? നടപ്പിലാക്കുന്നതിനൊന്നും എനിക്ക് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് വൈ ദ ഹേസ്റ്റ്, ഈ ധൃതി എന്തിനാ? അതൊക്കെ യു ക്യാൻ ഡു ഇറ്റ്. അപ്പം ഇവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നം
ഞാൻ ഈ 1200 വീടുകൾ കയറി എൻ്റെ മണ്ഡലത്തിൽ. പലയിടത്തും ഫോം കിട്ടുന്നില്ല. പലയിടത്തും ഫോം കിട്ടുന്നില്ല. ഇന്നൊരു BLO തുണിവൊക്കെ കാണിച്ച ഒരു ഇതുവരെ കണ്ടില്ല. അവര് വർക്ക് പ്രഷറിലാണ്. ഒന്ന് BLO വർക്ക് പ്രഷറിലാണെന്ന് സംശയമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ പല വീട്ടിലും കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, വാടകയ്ക്ക് ഇപ്പം നമ്മള് പുതുപ്പള്ളിയിലാണ് ഉള്ളത്. വാകത്താനത്തിൽ നിന്നോ മീനടത്തിൽ നിന്നോ ഒരാൾ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫോമില്ല, ഫോം കൊടുക്കുന്നില്ല. കാരണം BLO ഇല്ല. അവരെങ്ങനെ കൊടുക്കും? അപ്പോൾ ഇത് നിർജീവമാണോ ഇപ്പൊ നടക്കുന്ന പ്രവർത്തനങ്ങൾ? നിർജീവമല്ല, ഇവിടെ ഉള്ളവർക്ക് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും അതിനകത്തും ചില പ്രശ്നങ്ങളുണ്ട്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ 4 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നു, 3 പേർക്ക് കിട്ടുന്നില്ല. ചിലർ ചെല്ലുമ്പോൾ 3 പേർക്ക് കിട്ടുന്നു, ഒരാൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ ചെറിയ ചെറിയ എക്സാം. ഒരു വോട്ട് പോലും പോകാൻ പാടില്ലല്ലോ. അതെ, വോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം. അങ്ങനെ എടുത്തു കളയാൻ പറ്റുന്ന കാരണം അവരുടെ പൗരന്റെ അവകാശമാണ്. ഭാരതത്തിന്റെ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം. അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരെ അനുവദിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് റിട്ട് കൊടുത്തിട്ടുണ്ട്. നാളെ നമ്മൾ കക്ഷി ചേരുകയാണ്. ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാനൊരു ജനപ്രതിനിധി നില എന്റെ മണ്ഡലത്തിൽ കണ്ട കാര്യങ്ങൾ എന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? അതിന്റെ തീരുമാനം എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇത് ഞാൻ കണ്ട സാഹചര്യത്തിൽ, ഇത്രയും പേർക്ക് വോട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ ഹേസ്റ്റ് എന്താണ്? പിന്നെ പല BLOമാരും ആ ഒരു ഡിജിറ്റലൈസേഷന് വേണ്ടിയുള്ള കപ്പാസിറ്റി ഉള്ളവരല്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്, പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ടൈം എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യൂ? നിങ്ങൾ ഹോൾഡ് ചെയ്യണ്ട. ഞാൻ പറയുന്നത് ഇപ്പൊ പ്രോസസ് നടന്നോട്ടെ, ടൈം എക്സ്റ്റെൻഡ് ചെയ്യൂ. പക്ഷേ സാർ, എനിക്കുള്ളൊരു ഡൗട്ട് എന്താണെന്നറിയോ? ഈ SIR എന്ന് പറയുന്നത് പഴയ CAA NRC, ഈ NRCയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ ഈ SIR എന്ന് പറയുന്നത്? എന്താണ് സാറിന് തോന്നുന്നത്? ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ കൂടിയാണ്, ഒരു നിയമം അറിയാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലേക്കാണോ പോകുന്നത്? എനിക്ക് അതിന്റെ ഒരു കമന്റ് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു കമന്റ് എനിക്ക് പറയാൻ പറ്റും, ഒത്തിരി പേർക്ക് വോട്ട് നഷ്ടപ്പെടാൻ പോവാ. അതാണ് ഒരു കമന്റ് എനിക്ക് പറയാൻ പറ്റും. അത് 100%. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് ഒരു പൗരന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം നഷ്ടപ്പെടാൻ, വാകത്താനത്തിൽ പുതുപ്പള്ളിക്ക് വന്നാലോ പുതുപ്പള്ളിയിൽ വാകത്താനം വന്നാലോ അവർക്ക് നഷ്ടപ്പെടുവാണെങ്കിൽ അതെന്തൊരു നീതികേടാണ്. അതാണ് പ്രശ്നം. അതെല്ലാവർക്കും ഉണ്ട് കേട്ടോ. അതിനകത്ത് പ്രത്യേകിച്ച് അല്ല, അതിൽ പ്രധാനമായിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണെന്നുള്ളതാണ് ഈ ബീഹാർ തിരഞ്ഞെടുപ്പ് കാണിച്ചു തരുന്നതാണ് പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 70 ലക്ഷത്തോളം വോട്ടുകൾ അവിടെ കട്ട് ചെയ്ത് വിട്ടു എന്നുള്ളതാണ് അറിയുന്നത്. അതിന്റെ ഫാക്ട്സും ഫിഗേഴ്സും ഞാൻ പഠിച്ചിട്ട് ഞാൻ ഈ കണ്ട കാര്യം നേരിട്ട് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഞാൻ പറയുകയില്ല. ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യം, അതിനകത്ത് ഈ ട്രാൻസ്ഫർ ആയി വരുന്നവർക്ക്, പഞ്ചായത്ത് മാറി വരുന്നവർക്ക് കിട്ടുന്നില്ല. അത് ഒരു അനീതിയാണ്. അത് പറയാതിരിക്കാൻ തരവില്ല. അത് ഈ NRC തന്നെയാണ് ഈ SIR എന്ന് തോന്നുന്നുണ്ടോ? അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണ്? അതായത് CAA NRC നടപ്പിലാക്കാൻ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രഖ്യാതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ഉള്ളതുകൊണ്ട് തൽക്കാലം ഈ SIRലൂടെ പയ്യെ CAA NRCയിലേക്ക് കടക്കാമെന്നുള്ള BJP ഗവൺമെന്റിന്റെ ഗൂഢതന്ത്രമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ SIR ഇപ്പൊ തുടങ്ങാൻ കാരണം എനിക്ക് തോന്നുന്നു വോട്ട് ചോരി എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അതൊന്നും ഇല്ല എന്ന് കാണിക്കാനുള്ളതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഒരു കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പൊ അത് ബീഹാറിൽ തുടങ്ങി, അതൊരു അവസരമായി. ഇപ്പൊ അത് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഈ ഇലക്ഷൻ പോകുന്ന സംസ്ഥാനത്ത് ഇപ്പൊ നടത്തിയിട്ട് എന്താ കാര്യം? നിങ്ങൾ നടത്തുന്ന 1 വർഷം മുമ്പ് നടത്തണമായിരുന്നു. നടത്തിയില്ലല്ലോ. ഹേസ്റ്റ് നടത്തുന്നത് അതാണ് നമുക്ക് ചില ചില കാര്യങ്ങൾ നമുക്ക് സംശയം തോന്നും. അപ്പോൾ ഈ സാറ് നേരിട്ട് കണ്ടെന്നും കൂടി പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്തോറും സാറ് പറഞ്ഞ പോലെ വോട്ട് കുറേ പേർക്ക് നഷ്ടപ്പെടും. അതിനകത്ത് ഒരു സംശയമില്ലല്ലോ. അത് ഇങ്ങനെ പോയാൽ സംശയമില്ല. അത് അപ്പോൾ അതിനെന്താണ് പ്രതിവിധി? സമയം അങ്ങനെ നീട്ടി കൊടുക്കണം. നിങ്ങൾ ആ സമയം നീട്ടി കൊടുക്കൂ. അത് നീട്ടി കൊടുക്കാൻ തയ്യാറല്ല. അത് ഇപ്പൊ തീർത്തണം. എന്തുകൊണ്ടായിരിക്കും എനിക്കറിയില്ല. അല്ല, എങ്കിൽ പോലും ഒരു ഇലക്ഷൻ കമ്മീഷൻ സ്വയം ചിന്തിക്കണം. അങ്ങനെ നിർത്തി വെച്ച് ഇപ്പൊ ഫെബ്രുവരി 7 തീർക്കണമെന്നാ പറയുന്നത്. 1 മാസം കൂടെ നീട്ടി എന്താ കുഴപ്പം? മാർച്ച് ആയ എന്താ കുഴപ്പം? ഇവിടുത്തെ ആളുകളുടെ ഒരാളുടെ വോട്ട് നഷ്ടപ്പെട്ടാൽ, ഞാൻ ചില വീട്ടിൽ ചെല്ലുമ്പോൾ 4 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് നഷ്ടപ്പെടുന്നു. വേറൊരു വീട്ടിൽ ചെന്നപ്പം 118 ബൂത്തിലാണ് അവർ വോട്ട് കിടക്കുന്നത്. അവർ ജീവിതത്തിൽ അവിടെ താമസിച്ചിട്ടില്ല. അവർ ജീവിതത്തിൽ അവർ വോട്ട് കിടക്കുന്നത് 129 അവർ താമസിക്കുന്നത്. 129 താമസിക്കുന്നവർക്ക്
ഇത് 2002 വോട്ട് ചെയ്തത് വേറൊരു സ്ഥലത്തും. പുതുപ്പള്ളിയിൽ ആപ്പാടെ താമസം 129 ബൂത്തില്ല, പക്ഷെ വോട്ട് കിടക്കുന്നത് 118. 118 BLO എങ്ങനെ അറിയാൻ പറ്റും 129 വരുന്നു? 129 BLO ഇവരെ കാണാൻ പോലും പോകത്തില്ല. ഞാൻ വിളിച്ചു വരുത്തിന് ശേഷം അവിടെ വന്നത്. 129 BLOയും അറിയില്ല, 118 BLO. അപ്പൊ BLO എന്ത് ചെയ്യും? അവരെ കുറ്റമാണോ? അവരുടെ കുറ്റമല്ല. അവർക്ക് സമയമില്ല, അവർക്കറിയില്ല. അതെ, അവരെന്ത് ചെയ്യും? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ക്ലാസ് അവർക്ക് കൊടുത്തിട്ടില്ല അല്ലെ? ക്ലാസ് കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, 118 BLOയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ പുള്ളി എവിടെ? അതൊരു കോമൺ ചോദ്യമാ. 129 പുള്ളി താമസിക്കുന്നത്. അതെ, 118 BLOക്ക് എങ്ങനെ അറിയാൻ പറ്റും? 129 BLO ആ വഴി പോകത്ത് പോലുമില്ല, കാരണം പുള്ളിയുടെ കയ്യിൽ അതില്ല. അതെ, അപ്പൊ ഇതിന്റെ നടത്തിപ്പിൽ തന്നെ പ്രശ്നമുണ്ട് അല്ലേ? അത് വലിയൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ സർക്കാർ ഒന്നുകൂടെ കോഷ്യസ് ആയിട്ടൊന്ന് ടേക്കപ്പ് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ. അതായത് കേന്ദ്ര സർക്കാരോ അതോ കേരള സർക്കാരിന്റെ അല്ലല്ലോ, കേന്ദ്ര സർക്കാർ ഇച്ചൂടെ എന്താ പറയാ, സമയമെടുത്ത് ഒരു പഠിച്ചിട്ട് ചെയ്യുക. ധൃതി വെച്ച് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ദോഷമല്ലേ ഉണ്ടാകത്തുള്ളൂ. ഈ ധൃതി വെച്ച് ചെയ്യുന്നത് ചിലപ്പം അല്ലേ ഗൂഢതയും ഒക്കെ അല്ല, അതൊക്കെ ഞാൻ അട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവര് ജനങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ, അട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവര് ചിലപ്പോൾ സ്പീഡ് കുറച്ചാലോ. അതെ, കണ്ടറിയാം. അത് കണ്ടറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ള മറ്റൊരു ചോദ്യം 3.0 അതാണ് ഇന്നിപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം. പിണറായി 3.0 ഒരിടത്തും സാറ് കേട്ടില്ലേ? 3.0 എന്തുവാന്ന് കേട്ടിട്ടേ ഇല്ലേ? 2.0 കേട്ടില്ലേ? 2.0 കേട്ടില്ലേ? 2021 അവർ പിന്നെ അധികാരത്തിൽ വന്നല്ലോ. 0 കേട്ടു. 2.0 അത് 0നെ 2.0 എന്നാണ് പറയുന്നത്. 2.0. അപ്പൊ ഇനി അടുത്ത് 3.0. അപ്പൊ രണ്ടാം പ്രാവശ്യം വന്നപ്പോ 0 മാർക്സ് ആണ്. അത് കൊള്ളാം. മൂന്നാമത് വന്നാൽ പിന്നെ അത് കേരളത്തിൽ അനുവദിക്കുന്നില്ല. അല്ല, അതിൻ്റെ അകത്ത് കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സാറിൻ്റെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് 3.0 വരില്ല എന്ന് പറയുന്നത്? എങ്ങനെ പറയാൻ സാധിക്കും? 5 വർഷം UDF സർക്കാർ ഭരിച്ചു. UDF സർക്കാരിന്റെ ആദ്യ കാലഘട്ടത്തിലല്ല, 2012 കൊച്ചി മെട്രോയ്ക്ക് തറക്കല്ലിട്ടത്. തീർച്ചയായിട്ടും ആണല്ലോ. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വന്നു, അദ്ദേഹത്തെ ഹർത്താലോട് സ്വീകരിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം എമർജിംഗ് കേരളയിൽ പങ്കെടുത്തു, കൊച്ചി മെട്രോയ്ക്ക് തറക്കല്ലിട്ടു, അദ്ദേഹം പോയി. 2016 ട്രയൽ റൺ നടത്തിയോ? പിന്നെ ഞാൻ ആ ട്രയൽ റണ്ണിലുണ്ടായിരുന്നു. 100%. ട്രയൽ റൺ നടത്തി. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി സർക്കാർ പോയി 3ാമത്തെ ദിവസം ഈ സർക്കാർ നടത്തിയോ? അവിടുത്തെ UDF സർക്കാർ തറക്കല്ലിട്ടൊരു പോയ പദ്ധതിയാണ് തിരുവനന്തപുരം മെട്രോ. ഓക്കെ, അടുത്തൊരു സർക്കാർ വന്നാൽ ഇതേപോലെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? ചാൻസ്. അതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. തിരുവനന്തപുരം മെട്രോയുടെ ഒരു പില്ലർ പോലും വെച്ചിട്ടില്ല, ഒരു ഫോട്ടോ പോലും ഇപ്പോൾ അവിടെ കാണാനില്ല. ഇപ്പോൾ ഒരു പാലം എന്തോ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് തിരുവനന്തപുരം മെട്രോ എന്ന് പറയുന്നു. 9 വർഷം എന്ത് ചെയ്തു? UDF സർക്കാർ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കിയൊരു മെട്രോയും ഈ മെട്രോയും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കും. അവിടെയാണ് UDF LDF തമ്മിലുള്ള വ്യത്യാസം. പിന്നെ എന്ത് കാരണത്തിലാണ് തിരിച്ചു വരേണ്ടത് ഈ സർക്കാർ? അതുപോലെ ഞാൻ അപ്പുചേട്ടനുമായിട്ട്, അതായത് PJ ജോസഫ് സാറിൻ്റെ മകനുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവർ 2021 അധികാരത്തിലേറുന്നതിന് മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളത് ദേശാഭിമാനി, അതുപോലെ മലയാള മനോരമ, മാതൃഭൂമി എന്നുവേണ്ട മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കൊടുത്ത സാധനം എണ്ണി PJ ജോസഫ് സാറിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ് സാർ എന്നോട് പറഞ്ഞു, ഇതിൽ ഒരെണ്ണം ചെയ്തതായിട്ട് കാണിക്കാൻ പറ്റുമെന്ന്. ഒരെണ്ണം പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇരുന്ന് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റുക. എന്നിട്ടും 3.0 വരുമെന്ന് പറയുന്നത് UDFിൻ്റെ ഒരു പ്രതിപക്ഷ പരാജയം അല്ലെങ്കിൽ UDFിൻ്റെ തമ്മിലടി കൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ സ്വപ്നങ്ങൾ കാണാൻ ആരെങ്കിലും തടയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. പണ്ടൊരു മലർപ്പൊടിക്കാരൻ സ്വപ്നം കണ്ടത് അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ 3.0 എന്ന് പറയുന്ന ഒരു വ്യാമോഹത്തിലേക്ക്, അതൊരു വ്യാമോഹമായിട്ട് തന്നെ ഇരിക്കട്ടെ, വിശ്വാസം കാണുമായിരിക്കും. അതല്ല, ചാണ്ടി സാറ് പറയുന്നത് പോലെ തന്നെ ഏതൊരു മലയാളിയും വിശ്വസിക്കുന്നത് ഒരു വ്യാമോഹമായിട്ട് തന്നെയാണ്. നല്ല രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യവുമാണ്. എന്നിട്ടും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. പല സർവേകളും അവർ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് UDFിന്റെ ബന്ധം കാണും. വേറെ CJP ആണോ? CJP ആണോ?
അല്ല വേറെ ബാന്ധവം വേറെ പറയാനില്ല. ഏതെങ്കിലും ബാന്ധവം കാണും. CJP ആണോ അതാണ് ചോദിക്കുന്നത്? CJP ആണോ? ബാന്ധവം കാണും. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ആണോ ആ ബാന്ധവം? ബാന്ധവം കാണും. അത് പറയൂ, അത് പറയൂ. ഞാനത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയേണ്ട കാര്യം. അല്ല എങ്കിൽ പോലും അത് ബാന്ധവം കാഞ്ചനക്കൂട്ടിനാലെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അപ്പൊ അങ്ങനെ കാഞ്ചനക്കൂട് കാണുമായിരിക്കും. അതായത് അപ്പോൾ സ്വാഭാവികമായിട്ടും UDF ഭാഗത്ത് ഒരു UDF ഭരണം എന്ന് ആഗ്രഹിക്കുന്നവർ പോലും നിലവിലത്തെ ഈ തമ്മിലടി, തൊഴുത്തിൽ കുത്ത്, എവിടെ തമ്മിലടി? എവിടെ തൊഴുത്തിൽ കുത്ത്? തമ്മിലടിയില്ലേ? നിങ്ങൾ ഉണ്ടാക്കുന്ന കഥയല്ലാതെ എവിടെയെങ്കിലും ഉണ്ട്? 100% തമ്മിലടിയുണ്ട്. ഒരു തമ്മിലടിയില്ല. ഇല്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ആരും തമ്മിലടിക്കുന്നില്ല. ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ. ഇപ്പൊ എത്ര ഗ്രൂപ്പ് ഉണ്ട് ചാണ്ടി സാർ? ഇപ്പൊ കോൺഗ്രസ് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. കോൺഗ്രസിൽ നിലവിൽ ഇപ്പൊ എത്ര ഗ്രൂപ്പ് ഉണ്ട്? കോൺഗ്രസ് ഗ്രൂപ്പേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ അറിയുന്നതനുസരിച്ച് ഇപ്പോൾ Aയും Iയും ഇല്ല, അതിന് പകരം ഓരോ വ്യക്തി അധിഷ്ഠിതമായ ഗ്രൂപ്പുകളായി. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം ഇപ്പൊ മനസ്സിലായില്ല. ചാണ്ടി സാറിന്റെ പോലെ നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചാണ്ടി സാറിന്റെ പോലെ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു തരും, അതിൽ ഇങ്ങനെ സന്തോഷം കാണിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം അതാണല്ലോ പണി. ഇല്ല, എനിക്ക് തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തനം ആണെങ്കിൽ പോലും മാറി മാറി ഭരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ സങ്കടം തോന്നുന്നു, ഇത്രയും നല്ലൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ആഞ്ഞ് ഞാൻ കണക്ക് കൂട്ടി നോക്കി. ഞാൻ കഴിഞ്ഞ തവണത്തെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് കണക്ക് സാറിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഭയങ്കര അഗ്രഗണ്യനാണ്, സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നതാണ്, അഗ്രഗണ്യനാണ്. അതുകൊണ്ട് ഞാൻ 230 കൃത്യമായിട്ട് പ്രവചിച്ച ആളാണ്. ഏകദേശം 234, 235 വന്നു. ഞാൻ എത്രയൊക്കെ ആഞ്ഞു കൂട്ടിയിട്ട് 60 സീറ്റേ കിട്ടുന്നുള്ളൂ. ആർക്ക്? UDF-ന് എത്രയൊക്കെ ആഞ്ഞു കൂട്ടിയിട്ട് 60 സീറ്റിന്റെ മുകളിലേക്ക് എത്തുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അറിയത്തില്ല. അതൊരു ചോദ്യമാണ്. പക്ഷെ എങ്കിൽ പോലും 60 സീറ്റിന്റെ മുകളിലേക്ക് എത്തുന്നില്ല. കണക്കറിഞ്ഞു. അങ്ങനെ ഞാൻ സാറിനോട് അല്ല അങ്ങനെ വ്യക്തി അല്ല അങ്ങനെ തന്നെ ചോദിക്കട്ടെ, കോട്ടയത്ത് നിന്ന് എത്ര സീറ്റ് ഉണ്ടാവും? ഇപ്പം പ്രതീക്ഷ അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പം ആ ഒരു കണക്ക് കൂട്ടിയാണോ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്? ഒരു ട്രെൻഡ് വരുമ്പോഴത്തേക്ക് അങ്ങനെയാണോ? അതാണ് ട്രെൻഡ് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണോ? അല്ലല്ലോ. കൃത്യമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ അധികാരത്തിൽ വരും, ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് മൊത്തത്തിൽ ബാന്ധവമുണ്ട്. അത് ആ ബാന്ധവമാണ് ഇപ്പോഴത്തെ പ്രശ്നം. ബാന്ധവം നല്ലൊരു വാക്കാണ്.